തിരുവനന്തപുരം കൈമനം മാതാമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികാഘോഷങ്ങൾക്ക് ഈ മാസം 28-ാം തീയതി തുടക്കമാകും. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് പ്രതിഷ്ഠാ വാർഷികം ആഘോഷിക്കുന്നത്. അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കി തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിന് ശനിയാഴ്ച തുടക്കമാകും. സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് ഭക്തന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പ്രതിഷ്ഠിച്ചതാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളെന്ന് കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു. സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് ഭക്തന്മാരുടെ ശ്രദ്ധ ആകർഷിക്കത്തവണ്ണം അമ്മ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങൾ. ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ ഈശ്വരനും പ്രപഞ്ചവും ജീവനും എല്ലാം ഒന്നിച്ചുണ്ടായി, ഒന്നിച്ച് നിലനിന്ന്, ഒന്നിച്ച് അസ്തമിക്കുന്നത്, അതിരറ്റ ആ ചൈതന്യത്തെയാണ് നാം ബ്രഹ്മം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മനുഷ്യരുടെ യഥാർത്ഥ സ്വരൂപം ആ ബ്രഹ്മം തന്നെയാണെന്നുള്ളതാണ് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ഈ തത്വബോധത്തിലേക്ക് ജനങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അമ്മ ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ ജാതിയോ മതമോ സ്ത്രീ പുരുഷ വ്യത്യാസമോ ഒന്നുമില്ലാതെ ഏവർക്കും സ്വയം പൂജ ചെയ്യാനും ധ്യാനിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട്. എന്നാൽ സാമാന്യ ജനങ്ങൾക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് പലവിധ കഷ്ടപ്പാടുകളുണ്ടാകുമ്പോൾ ആധ്യാത്മികത്തിലേക്കൊന്നും മനസ്സ് തിരിയാൻ പ്രയാസമാണ്. അങ്ങനെയുള്ളവർക്കായിട്ട് ഇവിടെ അവരുടെ കർമ്മദോഷങ്ങൾക്കെല്ലാം പരിഹാരമായി ശനി, രാഹു, ചൊവ്വ തുടങ്ങിയ ദശകളിലും അപഹാരങ്ങളിലും അവർക്കുണ്ടാകുന്ന പൊതുവായിട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾക്ക് പരിഹാരമായിട്ട് ശനിദോഷ ശാന്തി പൂജയും രാഹുദോഷ ശാന്തി പൂജയും ചൊവ്വാദോഷ ശാന്തി പൂജയും വിശേഷമായിട്ട് നടത്തുന്നുണ്ട്. 28-ാം തീയതി ശനിയാഴ്ച രാവിലെ 5 മണിക്ക് ബ്രഹ്മകലശാഭിഷേകം, 6 മണിക്ക് സമൂഹ ലളിതാ സഹസ്രനാമാർച്ചന, മഹാഗണപതി ഹോമം, 7:30 രാഹുദോഷശാന്തി സമൂഹ പൂജ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. 10 മണിക്ക് മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ സത്സംഗവും ഭജനയും ഉണ്ടായിരിക്കും. 2 മണിക്ക് ഭഗവത് നാമ സംഗീതാർച്ചന നടത്തും. 4:30 ശനിദോഷ ശാന്തി പൂജയും 6:30 വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ പ്രഭാഷണവും സംശയ നിവാരണവും ഉണ്ടായിരിക്കുന്നതാണ്. രാത്രി 8:30 പുഷ്പാഭിഷേകം നടത്തും. 1-ാം തീയതി 7:30 ചൊവ്വാദോഷ ശാന്തി പൂജയും നവഗ്രഹ ഹോമവും, 10-ന് ശ്രീ ലളിതാ സഹസ്രനാമ ഹോമവും ഭജനയും, 2 മണിക്ക് സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ അവതരിപ്പിക്കുന്ന സോപാന നൃത്തവുമുണ്ട്. അന്നേ ദിവസം 5 മണിക്ക് അമൃതശ്രീ അംഗങ്ങൾക്കുള്ള വസ്ത്രവും മൂലധനവും വിതരണം ചെയ്യും. കലാസന്ധ്യയും അരങ്ങേറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.